വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ഞാനൊട്ടും സംസാരിക്കുന്നില്ല, ഇതതിന് യോജിക്കുന്നൊരു സംഗതിയല്ല. ആദരണീയനായ നമ്മുടെ നേതാവ്, നമുക്കെല്ലാവർക്കും വളരെ വളരെ ബഹുമാന്യനും അതിലുപരി സ്നേഹനിധിയുമായ സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് തങ്ങളടക്കം, സയ്യിദ് ഹാരിസ് അലി തങ്ങളടക്കം, സയ്യിദുമാർ സാദാത്തുമാർ തന്നെ വേദിയിൽ ഹശരലി തങ്ങൾ എല്ലാവരും, അതേമാതിരി ബഹുമാനപ്പെട്ട നമ്മുടെ വലിയൊരു വാഗ്മിയും ഇവിടെ സംസാരിക്കാനായിട്ട് നമ്മളെ പണ്ഡിതനായ ഉസ്താദും എല്ലാവരും ഇവിടെ, സലാഹുദ്ദീൻ ഫൈസി ഒക്കെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. മഴയൊക്കെ ആയി എങ്കിലും പരിപാടി മുടങ്ങിയില്ല, നല്ല രീതിയിൽ തന്നെ നടന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ആദരണീയനായ സമസ്ത പ്രസിഡന്റ് സെയ്ദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ അവർകൾ നല്ല ഒരു നസീഹത്ത് തന്നെയാണ് ചെയ്തത്. വളരെ ആ സംസാരം ഉടനീളം തസ്കിയത്തുമായിട്ട് ബന്ധപ്പെട്ട് ആത്മസംസ്കരണത്തിനുതകുന്ന പ്രവർത്തകർക്കും സാധാരണക്കാർക്കും നേതാക്കൾക്കും എല്ലാവർക്കും പ്രയോജനപ്രദമായ കുറേ കാര്യങ്ങളാണ് വളരെ കാര്യഗൗരവത്തോടു കൂടി ഇവിടെ പറഞ്ഞത്. ഇനി ഇവിടെ പ്രഭാഷണം നടക്കാനുണ്ട്, മുഖ്യപ്രഭാഷണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജി എം സലാഹുദ്ദീൻ ഫൈസി, എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സംസാരിക്കാനുണ്ട്. അതിനൊക്കെ ഉപരി നേരത്തെ സൂചിപ്പിച്ച പോലെ സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് തങ്ങളും അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ അവർകളും കോഴിക്കോട് വലിയ ഖാളി ഇവിടെ നമ്മളെ വേദിയിൽ ഉണ്ട്. പിന്നെ ഇവിടെ ഭാരവാഹികൾ തന്നെ പലരും സയ്യിദന്മാരാണ്. അപ്പുറത്തും നമ്മൾ വളരെ ബഹുമാനിക്കുന്ന സയ്യിദന്മാർ വേദിയിലുണ്ട്. അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ദീർഘമായൊരു സംസാരത്തിന് മുതിരുന്നില്ല. സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ വളരെ താല്പര്യത്തോടെ നിർബന്ധിച്ച് സ്നേഹത്തിൽ ക്ഷണിച്ച് ഇവിടെ വന്നു പോകണം എന്ന് പറഞ്ഞു. ഞാൻ മഗ്രിബ് വരെ റസൂലുള്ളാഹിൻ്റെ മദ്ഹിൻ്റെ സദസ്സിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അസറിന് ശേഷം. അത് കഴിഞ്ഞ് നേരെ ഈ പരിപാടിയിലേക്ക് വന്നതാണ്. ബഹുമാനപ്പെട്ട ആഷിഖ് കുഴിപ്പുറം SKSSFൻ്റെ നേതാവ് എന്നെ ക്ഷണിച്ചപ്പോൾ സൂചിപ്പിച്ച പോലെ SKSSFുമായിട്ടുള്ളതൊരു ആത്മബന്ധമാണ്, മറക്കാൻ കഴിയാത്ത ബന്ധമാണ്, വൈകാരികമായ ബന്ധമാണ്, ഒരു ഹൃദയബന്ധമാണ്. എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരുപാട് ഓർമ്മകളിൽ കുതിർന്ന ബന്ധമാണ്. ഞാനിങ്ങോട്ട് വരുമ്പോൾ സയ്യിദ് ജിഫിരി തങ്ങളോട് പറയുകയായിരുന്നു, ബഹുമാനപ്പെട്ട സമസ്ത പ്രസിഡന്റ് അവറുകളോട്. അപ്പോൾ തങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് അവരുടെ കൂടെ ഒക്കെ നടന്നതിൻ്റെ കുറേ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കണ്ണീത്ത് ഉസ്താദിനെ പറ്റി പറഞ്ഞു, പിന്നെ ബാക്കിയുള്ള ഉസ്താദുമാരെ പറ്റിയൊക്കെ. ഒരേ വണ്ടി കയറി എത്രയോ ദൂരം അവരുടെ കൂടെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ഷംസുൽ ഉലമയുടെ കൂടെ അതേ വാഹനത്തിൽ അവരുടെ അടുത്ത് തൊട്ടടുത്ത സീറ്റിൽ കണ്ണിയത്ത് ഉസ്താദിൻ്റെ കൂടെ കോട്ടുമൽ ഉസ്താദ്, KK ഹസരത്ത് ഉസ്താദ്, കൊയ്യോട് ഉസ്താദ്, അവരോടിങ്ങനെ യോഗത്തിൽ ഇടപഴകിയതല്ല, അവരുടെ കൂടെയുള്ള സഹവാസം. അപ്പം ഇങ്ങോട്ട് പോരുമ്പോൾ ഒന്നിച്ച് ഞങ്ങൾ പോരുമ്പോൾ അത് പറയായിരുന്നു. അത് പറയാൻ ഒരു കാരണമുണ്ടായി. കണ്ണിയത്ത് ഉസ്താദിനെ കാണാൻ പോകുമ്പോൾ കണ്ണീർ ഉസ്താദിനെ കണ്ടുമുട്ടിയാൽ, എന്നെ കണ്ടാൽ ആദ്യം പറയും അബ്ദുസ്സമദ് സമദാനി, അബ്ദുസ്സമദ് സമദാനിയുൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ നഹവ് സമദാനിയുൻ നിസ്ബത്തിൻ്റെ ആണ്. ഇതൊക്കെയാണ് കാണുമ്പോഴേക്കാണ് പറയാ. അത് ഞാൻ പറയുന്നു തങ്ങളോടിപ്പോൾ. ഈ മാഹി വഴിക്ക് പോകുമ്പോൾ ഞാൻ ഒരുപാട് ഓർക്കും. അന്ന് ഈ സമസ്ത സംബന്ധമായിട്ട് കുറച്ച് നമ്മൾ സംഘടനാപരമായി ചില വിഷയങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായപ്പോൾ ഒന്നിച്ചൊരുപാട് പരിപാടികൾക്ക് അവരെ കൂടെ മുന്നണിയിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചവരിൽപ്പെട്ട ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ മാഹി ആ വഴിക്ക് പോകുമ്പോൾ മാഹിയിലാണ് അധികം വണ്ടി നിർത്തുക. അവിടെ ഒരു മസ്ജിദ് ഉണ്ട്, വണ്ടിയിൽ എണ്ണടിക്കുകയും ചെയ്യുക, അവിടുന്ന് മസ്ജിദ് നിസ്കരിക്കുകയും ചെയ്യാം, മൂത്തിരിച്ചൊക്കെ ഒന്നുണ്ടാക്കാനൊക്കെ പറ്റും. ആ പണ്ഡിതന്മാരൊക്കെ അവിടെ നിർത്തുക. അങ്ങനെയായിരുന്നു ദീർഘകാലം. മറക്കാൻ കഴിയാത്ത കാലമാണ്. ഞാൻ എൻ്റെ ആത്മകഥ എപ്പോഴെങ്കിലും എഴുതുകയാണെങ്കിൽ
എനിക്ക് അവരെ പറ്റിയൊക്കെ ഒരുപാട് എഴുതാനുണ്ട്. വലിയ വലിയ കഥകൾ, സംഭവങ്ങൾ. കോഴിക്കോട് മുഗൾ ഓഡിറ്റോറിയത്തിൽ ഷംസുൽ ഉലമ ഒരു യോഗം വിളിച്ചു ചേർത്തതാണ് അന്നത്തെ ആദ്യത്തെ പരിപാടി. സമസ്തയുടെ ഈ ചങ്ങളിങ്ങനെ തുടങ്ങുമ്പോൾ മുഗൾ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് കടമേരി അറബിക് കോളേജിൻ്റെ കെട്ടിടമാണ്. ഇന്നിപ്പോൾ ആ കെട്ടിടം അവിടെ അതേ രീതിയിലില്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ മുറിയിൽ ഷംസുൽ ഇരിക്കുകയാണ്, യോഗം വിളിച്ചുകൂട്ടി സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങൾ. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങണം, ഇപ്പം എല്ലാവരും ഒരു കർത്തവ്യമാണ്, ഇറങ്ങണം എന്ന് പറഞ്ഞ് ഷംസുൽമ പറഞ്ഞത് എൻ്റെ പേരാണ്. സമദാനി പ്രത്യേകിച്ച് ഇറങ്ങണം. വേറൊരാളെ പേരും പറഞ്ഞില്ല, അവിടെ ഇരുന്നു. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞാനൊക്കെ ഈ രംഗത്ത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ ഒരു വലിയ ചരിത്രമുണ്ട്. അപ്പോൾ ഞാനത് കേട്ടപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു. എനിക്കന്ന് ഞാൻ അതിനൊന്നും ഒട്ടും മനസ്സുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ ഷംസുലമ്മൻ്റെ മുറിയിൽ പോയി ഞാൻ മെല്ലെ പോയിട്ട് സ്നേഹത്തിൽ അടുത്തിരുന്നിട്ട് ഞാൻ ഇങ്ങനെ മെല്ലെ സംസാരിച്ച്, എന്നെ ഇന്ന് ഒഴിവാക്കണം, ഞാനതിന് പറ്റിയ ഒരാളല്ല ഉസ്താദ്, ഷെയ്ഖുനെ ഇന്ന് ഒഴിവാ. നിങ്ങൾ വേണം, നിങ്ങളില്ലാതെ എങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ഗൾഫ് പോയിട്ടില്ല ഇത്രയും കാലമായിട്ട്. എൻ്റെ പ്രസംഗമൊക്കെ ഇങ്ങനെ ആയിട്ട് ആൾക്കാരിങ്ങനെ വിളിക്കും, UAE എന്നൊക്കെ. ഇപ്പോൾ പര്യടനത്തിന് ഇപ്പോൾ ഒരു ഡേറ്റൊക്കെ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്യണം. ഞാൻ ഗൾഫ് പോകണമെന്ന് വിചാരിച്ചൊക്കെ റദ്ദാക്കിയിട്ടാണ് പോണത്. എന്നിട്ടാണോന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും പറഞ്ഞില്ല, ഞാനത് സ്വീകരിച്ചു. പിന്നെ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ടൊക്കെ വിളിച്ചിട്ട് പറഞ്ഞൊക്കെ അവരെ കൂടൊക്കെ കൂടി ഒരുപാട് കാലം എന്ന് പറയാവുന്ന പോലെ ഉള്ള, അതിനാണ് അടുക്കാണ് SKSS രൂപീകരിക്കപ്പെടുന്നത്. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആഷിഖ് സാഹിബ് ഇവിടെ പറഞ്ഞ ആ ചരിത്രം. അത് കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിലാണ് ആ യോഗം നടന്നത്. കുറഞ്ഞ ആളുകളെ അതിൽ പ്രസംഗിച്ചുള്ളൂ. ഷംസുൽ ഉലമ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ഈ സുന്നി അഫ്കാർ എന്നുള്ള പേരൊക്കെ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്തിട്ടാണ് ആ പേര് തീരുമാനിക്കുന്നത്. പല പേരേറ്റ് വന്നു, ഞങ്ങളൊക്കെ പേരേറ്റ് വന്നു. ഷംസുൽ ഉലമ ഒരു പേരേറ്റ് വന്നു. അവസാനം ഷംസുൽ ഉലമ കൊണ്ടുവന്ന പേരാണത്. അതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെല്ലാവരും ഫൈനലായിട്ട് അംഗീകരിച്ചിട്ടാണ് ആ പേര് ഉറപ്പിക്കുന്നത്. SKSS രൂപീകരിക്കുന്ന യോഗത്തിൽ മാനുസ്ലിയർ ഉസ്താദ് സംസാരിച്ചു, നാട്ടിക ഉസ്താദ് സംസാരിച്ചു, പിന്നെ ഞാനും സംസാരിച്ചു. അതിൽ ആഷിഖ് സാഹിബ് പറഞ്ഞ പോലെ ഇന്ന് ഞാൻ മാത്രമേ ഹയാത്തിലുള്ളൂ എന്നാണ് അവരൊക്കെ പറയാറുള്ളത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഇന്ന് SKSFൻ്റെ വളർച്ച, അതിൻ്റെ വികാസമൊക്കെ കാണുമ്പോൾ വലിയ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഒക്കെ നല്ല നിലക്ക് പോകണം. ഖൈറിലും ബർക്കത്തിലും യോജിപ്പിലും പരസ്പരം എല്ലാ കാര്യത്തിലും സമുദായവും സംഘടനയും ഒക്കെ വളരെ ഇതിൽ പോകണം. നമ്മുടെ നേതൃത്വം അതാണ്. നമുക്കതിന് പറ്റിയ ഉന്നതരായ നേതൃത്വമുണ്ട്. അതിൻ്റേതായൊരു മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോവുക. അതിൽ നമുക്ക് വേണ്ടത് ആയ കാര്യങ്ങൾ ദീനീ ബോധം എപ്പോഴും മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇവിടെ നടങ്ങിയ നസീഹത്തിൽ പറഞ്ഞത്. ആ ദീനീ ഭാഗത്തിൻ്റെ ഭാഗമാണ് സൂക്ഷ്മത, ദീനിൻ്റെ ഷിആറിനെ ബഹുമാനിക്കുക. അതൊക്കെ തന്നെയാണ്. ഇന്നിപ്പോൾ ഷിആർ എന്ന് പറഞ്ഞ സംഗതിയൊക്കെ പോയി. അതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. മഹല്ലത്ത് തോറും ഒരുപാട് പണിയെടുക്കാണ്ട്, അതിലൊക്കെ കേന്ദ്രീകരിക്കണം. മയക്കുമരുന്ന്, അത് ഇത് ഉള്ള ഷെറുകൾ, ആണുങ്ങൾ പെണ്ണുങ്ങൾ ഒന്നും പഴയ മാതിരിയല്ല. ആണുങ്ങൾ ഒരുപാട് മാറി, പെണ്ണുങ്ങൾ അതിലേറെ മാറി. പക്ഷെ നമ്മളാരും ഇതിനെപ്പറ്റിയൊന്നും വേണ്ടത്ര ഗൗരവമുള്ളവരല്ല. എന്തൊക്കെയോ സംഗതികൾ, വളരെ ദീൻ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. നിരീശ്വരവാദം വർദ്ധിച്ചു വരികയാണ്. നിരീശ്വരവാദം സമുദായത്തിനകത്ത് വർദ്ധിച്ചു വരികയാണ്. പുണ്യ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ്. അതാണ് കാണേണ്ടത്. അതാണ് വളരെ ഗൗരവത്തോടെ ഞാൻ എല്ലാവരോടും, പണ്ഡിതന്മാരെ കാണുമ്പോഴൊക്കെ ഞാൻ ഈ ഒറ്റ കാര്യത്തെപ്പറ്റി സംസാരിക്കാറുള്ളൂ. നമ്മളെ ഉലമാക്കന്മാർ അവരേത് സംഘടന ഏതെന്നാണെങ്കിലും ഞാൻ അവരോടൊക്കെ ഇത് കണക്കിലെടുക്കണം, ഇതിന് വേണ്ടത് ചെയ്യണം. അപ്പം നമ്മളെല്ലാ മാസവും ഒരു മദ്ഹുർ റസൂൽ നടത്തുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊരു നബി ചരിത്ര പഠന കോഴ്സ് നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ അത് മാസത്തിൽ 1 ദിവസമായിരുന്നു ഇരുന്നത്. ഇപ്പോൾ 2 ദിവസമാക്കി. ഇത് നല്ല തിരക്കാന്നറിയാം. ഫുൾ ഡേ ഞാനിരിക്കും. ഞായറാഴ്ച സീറത്തുർ റസൂൽ സല്ലല്ലാഹു. ഒരു ബോധം പുണ്യ റസൂലിനെ പറ്റി പറയാനും
മഹാനായ തങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ, ഇവിടെ സയ്യിദ് അബ്ദുൽ നാസിർ തങ്ങൾ അവറുകളൊക്കെ നമ്മളോട് എപ്പോഴും പറയാറുള്ള പോലെ അതിൽ തന്നെയാണ് നമ്മൾ ഊന്നേണ്ടത്. അപ്പം എന്താണ് ഈ മുൽഹിദീങ്ങൾ, ഇർത്തിദാദ്, മുർത്തദ് പ്രസ്ഥാനങ്ങൾ? അവർക്ക് നല്ലപോലെ അറിയാം ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ആണിക്കല്ല് പരിശുദ്ധ നബിയുടെ വ്യക്തിത്വമാണ്. ദീനിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് റസൂലുള്ളാഹിൻ്റെ വ്യക്തിത്വമാണ്, റസൂലുള്ളാഹിൻ്റെ ദാത്താണ്, റസൂലുള്ളാഹിൻ്റെ സത്തയാണ്, സുന്നത്തുമാണ്. ആ സുന്നത്തിനോട് മാത്രം ഇത്തിബാ ഉണ്ടായാൽ പോരാ, ദാത്തിനോടും മഹബത്ത് വേണമെന്നുള്ളതാണല്ലോ നമ്മുടെ നിലപാട്. അതാണ് ആ പറഞ്ഞ ഷിആർ എന്നൊക്കെ പറയും. റസൂലുള്ളാഹിൻ്റെ കയ്യിൽ നിന്ന് ഒന്നെടുത്ത വെള്ളം താഴേക്ക് വീഴാൻ അനുവദിച്ചിരുന്നില്ല സഹാബത്ത്. അവർ തൊടുമായിരുന്നു. റസൂലുള്ള 2 തവണ മാത്രമേ മുടി നീക്കിയിട്ടുള്ളൂ. ആ 2 തവണയും മുടി ഓഹരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് സഹാബത്തിന്. അവരത് സൂക്ഷിക്കുകയാണ് ചെയ്തത്. അതിൽ സയ്യിദനാ മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ ഒരു നഖത്തിൻ്റെ പൊട്ടും മുടിയുടെ കഷ്ണവും എൻ്റെ കണ്ണിൻ്റെ മുകളിൽ വെക്കണം എന്നാണ് പറഞ്ഞത് കഫൻ ചെയ്യുമ്പോൾ. ഖാലിദ് ബിൻ വലീദ് ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. സയ്യിദുനാ ഖാലിദ്. ഇന്നത്തൊക്കെ പോലുള്ള സമയത്ത് നമ്മൾ ഖാലിദിനെ ഓർത്തു പോണ കാലങ്ങളാണ്. ഖാലിദിൻ്റെ വിജയങ്ങളും പരാക്രമങ്ങളും, ആ ധീര ശൂര പരാക്രമങ്ങളും. ഒരിക്കൽ പോലും ഖാലിദ് റളിയല്ലാഹു അൻഹു വഫാത്താൻ പോണ രംഗണ്ട്. ഖാലിദ് ബിൻ വലീദ് സൈഫുല്ലാ, അള്ളാഹിൻ്റെ ഖഡ്ഗം. അപ്പം പറയുന്നുണ്ട് വഫാത്താൻ പോണ നേരത്ത്, ഇത്രയേറെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഞാൻ പല പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടും ഞാൻ ഒട്ടകം മരിക്കണ മാതിരി, ഒട്ടകം ചാകണ മാതിരി ഞാൻ മരിക്കണം, എനിക്ക് ഷഹീദാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ളവർക്ക് കാണിച്ചു കൊടുക്കാണ് കുപ്പായം കെട്ട് ഊരിയിട്ട്. മേല് കുത്തുകൊള്ളാത്ത, മുറിവില്ലാത്ത ഒരു ഭാഗമല്ല ശരീരത്തിൽ, എന്നിട്ടും ഷഹീദാൻ പറ്റും. അപ്പൊ ഖാലിദ് ഷഹീദാൻ പറ്റൂല. കാരണം ഖാലിദ് ഷഹീദാവുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വാള് പൊട്ടുക എന്നാണ് അർത്ഥം. സൈഫുള്ളയാണ്. ഖാലിദിനെ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വാള് തകർക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് മാത്രമാണ് ഖാലിദ് റളിയല്ലാഹു അൻഹു ഷഹീദാകാതെ പോയത്. ഈ ഖാലിദ് റളിയല്ലാഹു അൻഹു തലയിൽ നിന്ന് എപ്പോഴും അണിഞ്ഞിരുന്ന പടച്ചട്ട, തലയെക്കെട്ട് അമാമ അടക്കിയ, അതിൻ്റെ അകത്ത് റസൂലുള്ളാഹിന്റെ ഒരു മുടിയായിരുന്നു, എപ്പോഴും സൂക്ഷിച്ചിരുന്നു. അത് വെച്ചിട്ടായിരുന്നു ആ തലയെ അണിഞ്ഞിരുന്നു ഏത് യുദ്ധത്തിന് പോകുമ്പോൾ. അപ്പൊ ദീനിൻ്റെ ഇത്തരം ആത്മീയമായ കാര്യങ്ങൾ ഉണർത്തണം. അതിൽ മാത്രമേ ആളുകളുടെ ഈമാൻ ഉറപ്പിച്ച് നിർത്താൻ പറ്റുള്ളൂ. അത് കുടുംബങ്ങളിൽ കേന്ദ്രീകരിക്കണം, വ്യക്തികളിൽ കേന്ദ്രീകരിക്കണം. അതൊന്നും ഒരു ഭയമില്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് കാര്യങ്ങൾ. ഹയാ ഇല്ലാത്ത വിവാഹം വേണ്ട, ആണും പെണ്ണും ഒന്നിച്ച് ജീവിച്ചാൽ മതി. കുറച്ചാൽ ഒന്നിച്ച് ജീവിച്ചിട്ട് പിന്നെ വന്നിട്ട് കാലിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നിക്കാഹ് കഴിച്ചു തരാമെന്ന് പറഞ്ഞാൽ വാപ്പാൻ്റെ കാലമാണ്. എവിടെ എത്തി നമ്മൾ? എൻ്റെ മോളും എൻ്റെ കുട്ടിയോളൂ കുറച്ചാലായിട്ട് ഒരാളപ്പം ജീവിക്കുന്നുണ്ട്, ലിവിങ് ടുഗദർ. വലിയ പഠിപ്പും ഭൗതിക വിദ്യാഭ്യാസമൊക്കെ ഉണ്ടാവും, വലിയ കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ടാവും. നാട് വിട്ടു പോയിട്ടുണ്ടാവും. അവിടെ എന്താ നടക്കണമെന്നും കൂടി അറിയില്ല. അവിടുത്തെ ക്യാമ്പസുകളിലൊക്കെ അതൊക്കെയാണ് നടക്കണം. ഇപ്പം ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളോട് സംസാരിക്കായിരുന്നു. തങ്ങളൊരാണ് കയ്യും പിടിച്ച് നടക്കണ്ടാവും. ആദരണീയരായ സയ്യിദ് ജിബ്രീൽ മുത്തുക്കോയ തങ്ങൾ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേ സംഗതികളുണ്ട്. ഇതൊക്കെ SKSSF പോലുള്ള പ്രസ്ഥാനങ്ങൾ അതീവ ഗൗരവത്തോടെ കാണുകയും, കാണില്ല എന്നല്ല, കണ്ടതിലേറെ ഗൗരവത്തോടെ കാണുകയും ആ രംഗത്തൊക്കെ പ്രവർത്തിക്കുകയും. എന്നിട്ട് ഒന്നിച്ച് ജീവിച്ചിട്ട് വാപ്പ വന്നിട്ട് നിക്കാഹിന് ക്ഷണിക്കുകയാണ്. നുബുവത്തിൽ നിന്ന് പഠിച്ച ആദ്യത്തെ പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നുബുവത്തിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞൊരു ഹദീസ് ഉണ്ടല്ലോ, ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത. നാണല്ലെങ്കിൽ തോന്നിയ പോലെ പ്രവർത്തിച്ചോ. നുബുവത്തിൽ നിന്ന് ആദ്യത്തെ പാഠം എന്ന് പറയണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഏതൊക്കെ അമ്പിയാക്കൾ ലോകത്ത് വന്നോ എല്ലാവരും ഇത് പറഞ്ഞു എന്നതിന്റെ അർത്ഥം. നുബുവത്തിൽ നിന്ന് ആദ്യകാലം മുതൽ മനുഷ്യർ പഠിച്ച പാഠമാണ്
ഇദാലം തസ്തഹി, നിനക്ക് ഹയാ ഇല്ലെങ്കിൽ, നാണില്ലെങ്കിൽ, ലജ്ജ ഇല്ലെങ്കിൽ, ഫസന മാഷിത്ത, തോന്നിയ പോലൊക്കെ പ്രവർത്തിച്ചു. ആ കാലാണ്. ഒരു നാണോ ഒരു ലജ്ജയെ ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ, റോട്ടുമ്മ കൂടി പോണവർക്കോ ബൈക്കുമ്മ കൂടി പോണവർക്കോ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയപ്പെടുന്നവർക്കോ. അപ്പം നമ്മൾ ഈ പഴയ കാലും ഈ പുതിയ കാലും കൂടി കണ്ട ആൾക്കാരാകുമ്പോൾ നമുക്കൊക്കെ വലിയ വിഷമാണ്. നമ്മൾ ഈ പുതിയ കാലത്തിൻ്റെ ആളുകളല്ല, നമ്മൾ പഴയ കാലത്തിൻ്റെ കൂടി ആളുകളാണ്. പുതിയ കാലത്തിൻ്റെ ആളുകളാണെങ്കിലും നാസർ ഇവിടെ എത്തി. നാസറിൻ്റെ വീട്ടിലായിരുന്നു നമ്മളെല്ലാവരും കൂടി നമുക്ക് ആതിഥ്യം നൽകിയത്. മാഷാ അല്ലാഹ്, അഭിവന്ദനായ സെയ്ദ് ജിഫരി തങ്ങൾക്കും നാസർ തങ്ങൾക്കും എല്ലാവർക്കും. അതിന് നമ്മൾ യോഗത്തിൻ്റെ പേരിൽ നാസറിന് പ്രത്യേകം ജസാക്കുമുല്ലാ എന്ന് പറയാം. തഖബ്ബലല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ സംസാരിക്കണില്ല, നീട്ടി പറയാൻ പാടില്ല. ഇവിടെ വലിയ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമല്ല, എനിക്കും പാടില്ല, ഞാൻ ചുരുക്കാണ്. അപ്പം ഇങ്ങനെ ഞാൻ ഒരു 2 മാസം മുമ്പ് ഇവിടെ പ്രസംഗിച്ചിരുന്നു ഇതേ ഹാളിൽ. സമസ്തയുടെ ഉദ്യോഗസ്ഥ സംഘടനയുടെ ഒരു പരിപാടി, എംപ്ലോയീസിൻ്റെ ഒരു ക്യാമ്പ് ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. 2 മാസമായിട്ടുള്ള ഇതേ സ്റ്റേജിൽ. അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ താലീമുൽ ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ കുറേ ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ. കുഞ്ഞാപ്പുവാജി, എൽവിയാജി, ഇവിടെ ഇത്ര തവണ അവിടെ കയറിയിരിക്കണത്. ഞാൻ നാസർ കയറി വന്നപ്പോൾ വീണ്ടും അത്തരം ഓർമ്മകളിലേക്ക് പോയി. കാരണം കോട്ടക്കൽ എന്ന് പറയുമ്പോൾ അത്തരം ഒരുപാട് പ്രവർത്തനങ്ങൾ. കുഞ്ഞാപ്പുവാജിയുടെ പേരിലാണ് നിങ്ങൾ ഈ നഗർ ഒരുക്കി. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എല്ലാമായിരുന്ന അവരൊക്കെ പോയി. പഴയവരൊക്കെ കടന്നുപോയി എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ നിരാശപ്പെട്ട് നടക്കല്ല. നമ്മളും നമ്മളെ കടമ നമ്മളും പോവാണ്. വളരെ കസീറായ, വളരെ ചുരുങ്ങിയ ഒരു ആയുസ്സാണ്. ആ ആയുസ്സിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ഒക്കെ അവസാനിച്ചു പോകും. ഇതൊക്കെ ബാക്കിയാവുള്ളൂ. കുറച്ച് നല്ല കാര്യങ്ങൾ, കൂടിയിരുന്നത്, തഖ്വാപരമായിട്ടുള്ള വാക്കുകൾ, ജീവിത സൂക്ഷ്മക്കുതകുന്ന കാര്യങ്ങൾ, അതാണ്. അപ്പോൾ ആദരണീയരായ സെയ്ദ് ജിഫരി തങ്ങൾ പറഞ്ഞ പോലെ ഷിആറുകളും ദീനിൻ്റെ മൂല്യങ്ങളും, ആ പറഞ്ഞില്ലേ, ആ ചരിത്രം മുഴുവൻ വെച്ചിട്ട് ഒരു മദ്ഹുർ റസൂൽ പറയാൻ കഴിയും. എന്നാ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ. മൂസാ നബിയുടെ കുടുംബം പോയി, വെളിച്ചം ആവശ്യപ്പെട്ടു. ഈസാ നബിയുടെ ബൈത്തുൽ ലഹമിൽ നിസ്കരിക്കാനുള്ളത്, മദീനയെ തിരിബ്, മെഹ്റാജിൻ്റെ ആകാശ സഞ്ചാരത്തിനിടയിലാണ് പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം. പ്രദേശങ്ങളുടെ പവിത്രത അതൊക്കെ തന്നെയാണ്. അപ്പോൾ എപ്പോഴും ലോകത്ത് വേണ്ടത് ഒരു സമാധാനപ്പെടുക. സമാധാനം ദീനുകൊണ്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്, ഇന്ന് ഞാൻ മദ്ഹുർ റസൂലിൽ പറഞ്ഞ ഒരു ഹദീസിനെ പറ്റി മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ ഒരുപാട് ഖൈറും ബർക്കത്തുണ്ടാകും. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനും ബർക്കത്താണ്. റസൂലുള്ളാഹിൻ്റെ മഹബ്ബത്ത് എന്ന് പറയുന്നത് ബർക്കത്താണ്. ജീവിതത്തിൽ ബർക്കത്താണ്, റിസ്ക്കിൽ ബർക്കത്താണ്, ആയുസ്സിൽ ബർക്കത്താണ്, സമാധാനമാണ്, ഖൈറാണ്, മനസ്സിലും ഹൃദയത്തിലും തുമഇനീനത്താണ്. കാരണം അത് സലാത്ത് കൊണ്ടൊക്കെ ഉണ്ടായിത്തീരുന്ന ഏറ്റവും വലിയ നേട്ടമാണ്. എന്ന് വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹബ്ബത്തിന് ചില പരീക്ഷണങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് റസൂലുള്ളാഹിനെ സ്നേഹിക്കുമ്പോഴേക്ക് കുറെ അത് കിട്ടും ഇത് കിട്ടുന്നതാണ്. നേരെ മറിച്ചാണ് പലപ്പോഴും ഉള്ള സംഭവം. പരീക്ഷണങ്ങളാണ്. പരിശുദ്ധ റസൂലിൻ്റെ അടുത്ത് പോയിട്ടൊരു സഹാബി പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവിടുത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അവിടുത്തോടെ എനിക്ക് വലിയ മഹബത്താണ്. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, എന്നോട് അത്ര സ്നേഹമാണോ? അത് വലിയ സ്നേഹമാണ്. അപ്പൊ ഈ സഹാബിയോട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന മറുപടി, എങ്കിൽ നീ ദാരിദ്ര്യത്തെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിക്കോ എന്നാണ്. റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആളോട് പറഞ്ഞത്, നാളെ മുതൽ ഒന്നും വിഷമിക്കണ്ട, എൻ്റെ എല്ലാ കാര്യവും അല്ലാഹ് ശരിയാക്കി തരും, എനിക്ക് അങ്ങനെ കിട്ടും, എനിക്ക് ഇങ്ങനെ കിട്ടും, എനിക്ക് അങ്ങനത്തെ സൗകര്യം വരും എന്നല്ല.
നീ ദാരിദ്ര്യത്തെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങിക്കോ. എന്നോടുള്ള മഹബത്തിൽ നിനക്ക് ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് ബർക്കത്താണ്, അത് ബർക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വരുമ്പോൾ നോമ്പാണെങ്കിൽ അന്ന് കഴിക്കാൻ എന്തെങ്കിലും വീട്ടിലില്ലാത്ത സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ള പറയുന്നു, ഇന്ന് ഇവിടെ ഒന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. പരിശുദ്ധ നബി പറയുന്നു, ഇവിടെ ബർക്കത്താണ്, ഇന്നിവിടെ ബർക്കത്താണ്. കാരണം എന്താ? അന്ന് കഴിക്കാൻ വീട്ടിലൊന്നുമില്ല. വീട്ടിൽ കഴിക്കാനൊന്നുമില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ബർക്കത്താണ്. പ്രിയപ്പെട്ടവരെ, അതേമാതിരി ഒരിക്കൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുത്തു, കുറച്ച് വെള്ളം ബാക്കിയായ വെള്ളത്തിൽ റസൂലുള്ള കൈയിട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പുണ്യമാക്കപ്പെട്ട വിരലുകൾ ആ വെള്ളത്തിലിട്ടു. അപ്പോഴേക്ക് സഹാബത്ത് പിടിമ്പലിയായി അത് കുടിച്ചു. കുടിക്കുമ്പോ ഒരു ഉമ്മുൽ മോമിനീൻ അത് കണ്ടു നിൽക്കുന്നുണ്ട് കുറച്ചപ്പുറത്ത്. അപ്പൊ ഹിജാബിന്റെ ആയത്ത് ഇറങ്ങണ മുമ്പാണ് ഈ സംഭവം എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ സഹാബത്തുള്ളടത്ത് ഒരു ഉമ്മുൽ മോമിനീൻ അപ്പുറത്തുണ്ടാവുക എന്നുള്ളത് അസാധ്യമാണ്. സ്ത്രീകൾക്ക് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങണ മുമ്പാണ് ഈ സംഭവം. അവരവിടെ നിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞു, നിങ്ങളെ അമ്മാക്കുള്ള ഓഹരിയും കരുതി വെക്കണം. റസൂലുള്ള വിരലിട്ട വെള്ളം അവിടെ കൂടിയ സഹാബത്ത് കുടിക്കാൻ വേണ്ടി പരസ്പരം മത്സരിച്ചപ്പോ പരിശുദ്ധ നബിയോടൊപ്പം ജീവിക്കുന്ന അവിടുത്തെ പത്നിക്ക് വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുൽ മോമിനീൻ, നിങ്ങളെ അമ്മാക്കുള്ള ഓഹരിയും കരുതി വെക്കണം. അവർക്കും കിട്ടണ ആ വെള്ളത്തിൻ്റെ ഓഹരി കുടിച്ചു. എല്ലാവരും കുടിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ആഗ്രഹം ഈ വെള്ളത്തോട്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് അങ്ങേയറ്റത്തെ മഹബത്താണ്, സ്നേഹമാണ്. എന്നോട് അത്ര സ്നേഹമാണോ? ആ വലിയ സ്നേഹമാണ്. എങ്കിൽ സംസാരിക്കുമ്പോൾ കള്ളം പറയരുത്, ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തരുത്, വാക്ക് പറഞ്ഞാൽ ലംഘിക്കരുത്. അപ്പം ഞാൻ ഈ എല്ലാ മതസ്ഥരടങ്ങിയ സദസ്സിൽ റസൂലുള്ളാഹിനെ മദ്ഹിയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രവൃത്തി. ഞാൻ വിശ്വസിക്കുന്നില്ല മുസ്ലിം സദസ്സുകൾക്ക് മാത്രമുള്ളതാണ് അള്ളാഹിൻ്റെ റസൂല്. എനിക്കങ്ങനെ വിശ്വാസമേ ഇല്ല. എൻ്റെ അനുഭവമൊക്കെ പലതും വളരെ വൈകാരികമായ അനുഭവങ്ങളുണ്ട് എനിക്ക്. സമ്മിശ്ര സദസ്സുകൾ, ബഹുസ്വര സദസ്സുകൾ, എല്ലാ വിഭാഗവും അടങ്ങിയ സന്ദർഭങ്ങൾ, അവരുടേതായ സദസ്സുകൾ പരിശുദ്ധ നബിയെ പറയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഒരാഘാതം സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമാണ്. അതിൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്ത അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ്. എത്രയോ മറ്റ് സദസ്സുകളിൽ പോകുമ്പോൾ ഇത് ഞാൻ എത്രയോ സഹോദര മതസ്ഥരുടെ സദസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എവിടെയും പറയത് പരിശുദ്ധ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ 3 കണ്ടീഷൻ: 1, കള്ളം പറയരുത്; 2, റെസ്പോൺസിബിലിറ്റി, ഏറ്റെടുത്ത ഉത്തരവാദിത്തം. അതെന്താണെങ്കിലും, അത് പ്യൂണാണെങ്കിലും, പ്രധാനമന്ത്രിയാണെങ്കിലും, പ്രിൻസിപ്പളാണെങ്കിലും, അധ്യാപകനാണെങ്കിലും, സദറാണെങ്കിലും, ഹെഡ് മാസ്റ്റർ ആണെങ്കിലും, MP ആണെങ്കിലും, MLA ആണെങ്കിലും, ബ്ലോക്ക് ഓഫീസാണെങ്കിലും, സർക്കാർ ഓഫീസാണെങ്കിലും, പ്രൈവറ്റ് ഓഫീസാണെങ്കിലും, കമ്പനി നടത്തുന്ന ആളാണെങ്കിലും, ഫാക്ടറി നടത്തുന്ന ആളാണെങ്കിലും, വീട് നടത്തുന്ന ആളാണെങ്കിലും, ഏറ്റെടുത്ത ഉത്തരവാദിത്തം ലംഘിക്കരുത്. അങ്ങനെയൊക്കെയാണ് നബി ലോകത്തിൻ്റെ ഗുരുവാകുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ മുഴുവൻ അധ്യാപകനാകും. ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമുള്ള ദിവസമാണ്. അത്ഭുതം. ഓരോ ദിവസവും റസൂലുള്ളാഹിൻ്റെ മദ്ഹുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുതങ്ങളുള്ള ആളാണ് ഞാൻ. ഇത്ര ആളുകൾ റസൂലുള്ളാഹിനെ കിനാവ് കണ്ടതും അത് പറഞ്ഞിട്ടുള്ളതും അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ മനസ്സിലും സൂക്ഷിക്കുന്ന ഒരാളാണ്. മദീനത്തു നിന്ന് വരുന്ന കോളുകളും അത് വല്ലാത്തൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആനന്ദവും അൽഹംദുലില്ലാ അല്ലാഹുമ്മ തഖബ്ബൽ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഈ റബീഉൽ അവ്വൽ എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം, ഈ കഴിഞ്ഞ റബീഉൽ അവ്വൽ എന്തെന്ന് വെച്ചാൽ, 1, രാവിലെ ഞങ്ങൾ മദ്രസയിലെ പരിപാടി വെച്ചു. ഉച്ചയ്ക്ക് ശേഷം രാവിലെ അത് സംബന്ധമായിട്ട് കമ്മിറ്റി ഒന്ന് കൂടി. കമ്മിറ്റി കൂടിയപ്പോൾ അത് സ്വാഭാവികമായി നമ്മൾ ഏത് കമ്മിറ്റി കൂടിയാലും അത് മദ്ഹുർ റസൂലായിട്ട് മാറും. കുറേ സലാത്തുള്ളൂ. മഹാനായ തങ്ങൾ ഇവിടെ വലിയ വാക്കാണ് പറഞ്ഞത്, ഇവിടെ നേരത്തെ സംസാരിച്ചത്. അപ്പോൾ കുറേ സലാത്തുള്ളൂ.
അങ്ങനെ കുറേ സ്ഥലത്തിലിരുന്നു. അതിന് മുമ്പ് തലേന്ന് എനിക്കൊരു ഫോൺ വന്നു. ഒരു പുസ്തകം എഴുതിയ ആൾ കോഴിക്കോട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സമദാനി സാഹിബ് അതിലൊന്ന് വരണം, അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട്, അദ്ദേഹം പ്രഭാഷണം നടത്തുന്നുണ്ട്. ആൾ ഇംഗ്ലീഷുകാരൻ, യൂറോപ്യനാണ്. ഈ പുസ്തകം കേട്ടപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ത്രില്ലായി. ഈ ബുക്ക് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വായിച്ച പുസ്തകമാണ്. കോടാനുകോടി മനുഷ്യന്മാർ വായിച്ച പുസ്തകമാണ്. ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞ പുസ്തകമാണ്. അത് എഴുതിയ ആൾ കോഴിക്കോട്ട് വരുന്നുള്ളത് എൻ്റെ ഒരു പ്രതീക്ഷയിലും ഇല്ലാത്തൊരു വിഷയമാണ്. എങ്ങനെയോ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടായി. എനിക്കതിന് പോവും വേണം. അപ്പോൾ പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തും വേണം. മദ്രസയിലെ പരിപാടിക്ക്, നമ്മളെ മദ്രസയിലെ റബീഉൽ അവ്വലിലെ കുട്ടിയാളി മധുഹുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ ഇത് കമ്മിറ്റി കഴിഞ്ഞ് പോകും വേണം. ഇനിയിപ്പോൾ പോന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ പോണ്ടാറിഞ്ഞ് എൻ്റെ ഒപ്പമുള്ളവരൊക്കെ കോഴിക്കോട്ടെത്തണം ഈ പരിപാടിയിലെത്താൻ. വണ്ടി അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ ആലോചിച്ചു. കാരണം 11:30 അവിടെ എത്തിയാൽ അദ്ദേഹത്തെ കാണാൻ പറ്റും. ഭയങ്കര കൃത്യമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. ക്ഷണിക്കപ്പെട്ട ഗസ്റ്റുകളേ ഉള്ളൂ. വലിയ വലിയ ആളുകളെയാണ് ഗസ്റ്റായിട്ട്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഡയറക്ടർ, കോഴിക്കോട് IIM-ൻ്റെ ഡയറക്ടർ, ഇങ്ങനെയുള്ള ആളുകളുള്ള ഒരു 10-200 ആൾ. അവരോടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പോണ്ടാന്നോട് ഞാൻ പറഞ്ഞു, വിട് പോയി നോക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്നോളം കാണാത്ത, റോട്ടിലാണ്ട് കയറി ഉടനെ ഒരു വണ്ടിയില്ല, റോട്ടിൽ ഫ്രീ ആയ റോഡ്. എങ്ങനെയാ കോഴിക്കോട്ട് എത്തിയെന്നറിയില്ല, കയറിയിരുന്ന് പെട്ടെന്ന് കോഴിക്കോട്ടെത്തി. അത്ഭുതം. കഴിഞ്ഞൊരു അടുത്തൊരു 10-15 കൊല്ലത്തിനിടയിൽ ഞാൻ അങ്ങനൊന്നും അനുഭവിച്ചിട്ടില്ല. സലാത്തിൻ്റെ ബർക്കത്തും അളുമത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എത്തിയപ്പോൾ ഇവരൊക്കെ എന്നോട് പറഞ്ഞ ഒറ്റ വാക്കാണ്. എന്നെ ക്ഷണിച്ച ആൾ പറഞ്ഞു, വാട്ട് എ ടൈമിങ്, എന്തൊരു നേരത്തെ നിങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ലേറ്റായിരിക്കുക. 11:30 എത്തേണ്ട ഞാൻ 12 കഴിഞ്ഞിട്ടാണ് എത്തണത്. എത്ര കൃത്യസമയത്താണ് നിങ്ങൾ എത്തിയത്. കാരണം ഞാൻ ചെല്ലുമ്പോൾ ഈ മനുഷ്യൻ പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് കയറുക. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലാണ് ഈ ചടങ്ങ്. ഈ പുസ്തകത്തിനെ പറ്റി ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട ഇത് മദ്ഹുർ റസൂലാണ്. ഞാനിപ്പോൾ നടത്തുന്നത് റസൂലുള്ളാഹിൻ്റെ മദ്ഹാണ്. അള്ളാഹു കബൂലാക്കട്ടെ നമ്മിൽ നിന്ന്. അപ്പോൾ ഈ പുസ്തകം ജാപ്പാനിലെ ഒരു പ്രത്യേക സ്ഥലത്ത് എല്ലാ മനുഷ്യന്മാർക്കും 100ന്റെ മുകളിലാണ് ആയുസ്. ആരും 100ന് മുമ്പ് മരിക്കണില്ല. എന്നാൽ ഈ 100 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുടക്കാച്ചരക്കായിട്ട് ജീവിക്കല്ല, നല്ല ആരോഗ്യത്തിൽ ജീവിക്കുക. ഇതാണ് ഈ പുസ്തകത്തിലെ വിഷയം. ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ജാപ്പാനിൽ പോയിട്ട് വർഷങ്ങൾ താമസിച്ചിട്ട് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വലിയ എഴുത്തുകാരൻ എഴുതിയ പുസ്തകമാണ്. പുസ്തകത്തിന്റെ പേര് ഇക്കിഗായ്, ജാപ്പനീസ് പേരാണ്. ഈ ബുക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും 100 വയസ്സിലേറെ ആയുസ്? നല്ല ആരോഗ്യത്തോടെ ജീവിക്കുക, ചെറുപ്പക്കാരെ മാതിരി, ഒരു കേടുമില്ല. 100, 105, 115, 100 എല്ലാവർക്കും, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അതൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ കാണിച്ചു. അവിടെ വീഡിയോ ഒക്കെ കാണിച്ചു. ഇവർ ജീവിക്കുന്ന രീതി, ഇവർക്ക് യാതൊരു കേടുമില്ല, കണ്ടാൽ നല്ല ചെറുപ്പക്കാരെ മാതിരി. ഇതാണ് ഈ പുസ്തകത്തിലെ വിഷയം. അപ്പൊ ഇദ്ദേഹം അവിടെ പ്രസംഗിച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഞാൻ സംസാരിച്ച് കണ്ട്. എൻ്റെ ആ പ്രസംഗം ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ പ്രസംഗത്തിൽ ഇദ്ദേഹം ആദ്യം പറയാൻ തുടങ്ങിയത് ഭക്ഷണക്രമത്തെക്കുറിച്ചാണ്. വയറിന്റെ 80% ആഹാരം കഴിക്കാവൂ. അപ്പൊ ഞാൻ ഇദ്ദേഹം മുമ്പിൽ ഇരിക്കുന്നുണ്ട്. പ്രസംഗിക്കുന്ന ആൾ മാത്രമേ സ്റ്റേജിലുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ സദസ്സിലിരുത്തി. ഞാൻ പറഞ്ഞു, മിസ്റ്റർ ഫ്രാൻസിസ്, പരിശുദ്ധ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 80% പോയിട്ടും വയറിന്റെ പകുതി 50% പോലും അനുവദിക്കുന്നില്ല. വയറിന്റെ 1/3 ആഹാരം കഴിക്കാൻ പുണ്യ നബി പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഫ്രാൻസിസിനോട് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മുമ്പിൽ റോമൻ ചക്രവർത്തി കൊടുത്തയച്ചൊരു വൈദ്യൻ വന്നു. ആ വൈദ്യൻ വളരെ വിദഗ്ധനായ വൈദ്യനായിരുന്നു. സമ്മാനമായിട്ട് കൊടുത്തയച്ചതാണ്. അദ്ദേഹം മദീനത്ത് വന്ന് പാർത്തു. റസൂലുള്ളാഹിനെ സഹാബത്തിനൊക്കെ ചികിത്സിക്കാൻ ഭയങ്കര പേരെടുത്ത വൈദ്യനാണ്. ഗിഫ്റ്റാണ്, ആ രാജ്യത്തിന്റെ ഗിഫ്റ്റാണ്. പക്ഷേ കുറച്ച് ദിവസം അവിടെ പാർത്തിട്ടും പരിശുദ്ധ റസൂലിനും സഹാബത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരസുഖമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അയാൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഈ
കൊട്ടാര വൈദ്യൻ, പ്രഗത്ഭനായ ഒരു ഇന്റർനാഷണൽ ഡോക്ടർ എന്ന് എങ്ങനെ ഉണ്ടാവും? അതാണ് അന്ന് റോമൻ ചക്രവർത്തി കൊടുത്തയച്ച വൈദ്യനാണ്, ദൂതനാണ്. അപ്പൊ അദ്ദേഹം റസൂലുള്ളാഹിനെ കാണാമെന്ന് പോകുമ്പോൾ, ഞാൻ പോവുകയാണ്, എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് അവിടെ കുറേ പണിയുണ്ട്, എനിക്ക് അവിടെ ആർക്കാളെ ചികിത്സിക്കാം, ഇവിടെ അങ്ങേക്കോ അങ്ങയുടെ ബന്ധപ്പെട്ടവർക്കോ രോഗമില്ല, അതൊന്നും എനിക്ക് പറഞ്ഞു തരുമോ? എന്തൊരു സംഗതിയാണ് അവിടുത്തെ രോഗങ്ങളിൽ നിന്ന് മുക്തനാക്കിയത്, അവിടുത്തെയും കൂടെയുള്ളവരെയും. അപ്പൊ പുണ്യ നബി കൊടുക്കുന്ന മറുപടിയാണ് ഞാൻ ഫ്രാൻസിസിനോട് പറഞ്ഞത്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഇത്രേ ഉള്ളൂ. വയറിന്റെ 1/3 ആഹാരം കഴിക്കുക, അല്പം ഭക്ഷണം, അല്പം വിശപ്പ്. അത് ഇയാൾ അങ്ങനെ തന്നെ പറയണ്ട. ഈ പുസ്തകത്തിൽ നിങ്ങൾ കരഞ്ഞു പോകുന്നത് വായിച്ചാൽ. അള്ളാന്റെ റസൂലിനെ അറിയാത്തതാണ് ഈ കൗമ ചെയ്ത തെറ്റ് എന്ന് ഇതൊക്കെ പഠിക്കുന്ന ഒരാളുടെ ഹൃദയം പറയും. അല്പം വിശപ്പ് വയറ്റിൽ ബാക്കി വെച്ചുകൊണ്ട് ഭക്ഷണ തളികയിൽ നിന്ന് കൈ പിൻവലിക്കാൻ ശീലിക്കണം എന്നാണ് റസൂലുള്ള പറയുന്നത്. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് തീരുമ്പോഴും കുറച്ച് വിശപ്പ്, ഇതേ എങ്ങനെ തന്നെ പറയണത്. നിങ്ങൾ ഏത് നേരം ഫുഡ് കഴിക്കുകയാണെങ്കിലും അല്പം വിശപ്പ് നിങ്ങളെ വയറ്റിൽ ബാക്കി ഉണ്ടാവണം. ദീർഘായുസിന്റെ കാരണങ്ങളായി പറയുന്നത്. അത് അള്ളാന്റെ റസൂൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. മുഴുവൻ വിശപ്പ് തീർക്കരുത്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു പണിയാണത്. വിശക്കണ നേരത്ത് മുഴുവൻ വിശപ്പ് തീർക്കാതെ അതിന് പിന്തിരിയാന്ന് പറയണത് യാ റസൂലല്ലാഹ്, അവിടുത്തെ ബർക്കത്തിലേ നടക്കൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. 1/3. പിന്നെ ആ സദസ്സ് ചിരിച്ചു പോയി റസൂലുള്ളാഹിന്റെ ഒരു വർത്താനം കേട്ടിട്ട്. ഈ 1/3 ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബി എണീറ്റിട്ട് ചോദിച്ചു, 2ാമത്തെ ഭാഗം? പുണ്യനബി പറഞ്ഞു, അത് വെള്ളം കുടിച്ചോളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ ഭാഗം? ഒരാൾ, അതവിടെ കിടന്നോട്ടെ, ശ്വാസം വിടാൻ നല്ലതാണ് എന്ന് പുണ്യനബി മറുപടി പറഞ്ഞു. നമ്മൾ എങ്ങനൊന്നും റസൂലുള്ളാഹിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല പലപ്പോഴും. ഏത് വിഷയത്തിലാണ് പുണ്യനബി നമുക്ക് ഗൈഡൻസ് തരാത്തത്? സല്ലല്ലാഹു അലൈഹി. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, നന്നായി ഭക്ഷണം ഒരു പരിധി വിട്ട് കഴിക്കുന്നവരെ ആദരണീയരായ തങ്ങളവർകളെ നമ്മൾ മൂക്കറ്റം തിന്നുന്നാ പറയാ. മൂക്ക് ശ്വാസത്തിന്റെ സാധനം. മലയാളത്തിൽ വരെ ആ വാക്ക് വയറ് നിറച്ച് തിന്നുന്നല്ല, മൂക്കറ്റം. ഒരുപാട് ഭക്ഷണം കഴിക്കണവന് ഉണ്ടാകാൻ പോണ ബുദ്ധിമുട്ട് ശ്വാസം വിടാനുള്ള. അതാണ് അള്ളാന്റെ റസൂൽ പറയുന്നത്. വയറിൽ ഒഴിവുണ്ടെങ്കിൽ നന്നായിട്ട് വീപ്പയക്കാം, നന്നായിട്ട് വീർപ്പയക്കുക എന്നുള്ളത് ആരോഗ്യത്തിന്റെ എല്ലാവരും പറഞ്ഞ സംഗതിയാണ്. നമ്മൾ ഒരിക്കലും മുഴുവൻ ഭക്ഷണം മുഴുവൻ വീർപ്പയക്കാറില്ല. നമ്മളാരും ശ്വാസകോശത്തിന്റെ ഒരു 10% നമ്മൾ ഉപയോഗിക്കണുള്ളൂ. ഞാൻ ഒരു മുഴുവൻ വീർപ്പയച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ ഒരു സ്റ്റൈലുണ്ട്, ഒരു പ്രാക്ടീസ്. ഞാൻ ചെയ്യുന്ന ആളൊന്നുമല്ല, ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. നല്ല വലിക്കുക. ചെറിയും വായു പുറത്തേക്കാണ്, നെഞ്ചും കൊണ്ട് നിറയണം. ഇത് ഭയങ്കരമായ എക്സസൈസ് ആണെന്നാ പറയാം. നെഞ്ച് നിറയാ ഓക്സിജൻ കൊണ്ട്, വായു കൊണ്ട് നിറക്കുക. തടി കുറക്കണം എന്നുള്ളവർക്കും നല്ല പണിയാണ്. ഞാനൊന്നും ചെയ്യല്ലേട്ടാ, ഈ ഇൽമൊക്കെ എനിക്കുണ്ട്. രാവിലെ നിങ്ങളൊരു 10 വട്ടം ചെയ്ത് നോക്കി, നിങ്ങളാണ്ട് വേർക്കും, നിങ്ങൾ വേർത്തിരിക്കും. ഓടാതെ വേർക്കണ പണിയെ ഞാൻ പറഞ്ഞെന്ന് അവനെൻ്റെ പെരിയിൽ ഒരു മൂലക്ക് ഇരുന്നിട്ട്. നല്ല സുഖല്ലേ? വേർക്കല്ലേ വേണ്ടത് തടി കുറക്കാൻ? നല്ലോണം വലിച്ചിട്ട് പുറത്തേക്ക് ഇടുക. അപ്പൊ അത് എന്ത് വേണം? ഇവിടെ കുറച്ച് കാലിയാണ്, അപ്പോൾ ഇത് വലി നടക്കുള്ളൂ. പിന്നെ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യമൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞേ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്മാരേറ്റ് ഇടപഴകുക, ആളുകളോട് പുഞ്ചിരി തൂകുക, നല്ലത് പറയുക, ആളുകളെ സഹായിക്കുക, മനുഷ്യന്മാരോട് നല്ല നിലയിൽ വർത്തിക്കുക, ആരെയും വെറുക്കാതിരിക്കുക. എൻ്റെ പൊന്നുമോനെ അനസേ, നേരം പുലരുമ്പോഴും ആരോടും വെറുപ്പില്ല, നേരം വൈകുന്നേരമാകുമ്പോഴും ആരോടും നിനക്ക് വെറുപ്പില്ല.
ഇൻ ഖദിർതാൻ തുസ്ബിഹ വതുംസി ബിഗൈരി ഗശ്ശിൻ ഫീ ഖൽബിക ലി അഹദിൻ. ആരോടും വെറുപ്പില്ലാതെ എൻ്റെ പൊന്നുമോനെ അനസേ. അനസ് മോനല്ല, റസൂലുള്ളാഹിന്റെ സഹാബിയാണ്. ഈ കാര്യം പറയുമ്പോഴുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം കൊണ്ട് മോനെ എന്ന് വിളിക്കുകയാണ്. നേരം പുലരുമ്പോഴും ആരോടും വെറുപ്പില്ല, വൈകുന്നേരമാകുമ്പോഴും ആരോടും വെറുക്കാതെ നിനക്ക് സന്ധ്യയാകാൻ കഴിയുമെങ്കിൽ ദാലിക മിൻ സുന്നത്തി, അതാണ് അനസേ എൻ്റെ മാർഗം. ആരും വെറുക്കാതെ നേരം വെളുത്ത്, ആരും വെറുക്കാതെ വൈകുന്നേരമായി. ഇതൊക്കെ ഈ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറയാണ്. വെറുപ്പ് പാടില്ല, അസൂയ പാടില്ല, ആരോടും ഒന്നും കൊണ്ടുനടക്കാൻ പാടില്ല, മനസ്സിൽ ദീർഘായുസ് ഉണ്ടാവും. അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിച്ചാൽ കിട്ടുന്നത് സമാധാനമാണ്. ആ സമാധാനത്തിന്റെ ഏറ്റവും വലിയ ഇടം സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസ് അനുസരിച്ച് മരിച്ചിട്ട് നേരാണ്ട് കൊണ്ടേ കിടത്തിയാൽ നമ്മൾ ഈ ഖബർ ചോദ്യം, പല ചോദ്യങ്ങൾ പല ഹദീസിലും വന്നിട്ടുണ്ട്. മൻ റബ്ബുക, മൻ നബിയുക, മൻ ഇമാമുക. വളരെ വിഖ്യാതമായ ഈ മുസ്ലിമിന്റെ ഒരു ഹദീസിൽ ഒറ്റ ചോദ്യമാണ് റസൂലുള്ളാഹി പറയുന്നത്. ബാക്കി ചോദ്യം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. ഇത് ഒരു ഹദീസിൽ ഒന്ന് പറഞ്ഞാൽ ബാക്കി ഹദീസ് ഇല്ല എന്നല്ല അർത്ഥം. ഈ ചോദ്യത്തിന്റെ ഗൗരവം പരിശുദ്ധ നബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ഖദ് ഊഹിയ ഇലയ്യ, എനിക്ക് വഹ്യ് ലഭിക്കപ്പെട്ടിരിക്കുന്നു. തുഫ്തനൂന ഖരീബൻ ഫീ ഖുബൂരിക്കും, നിങ്ങൾ നിങ്ങളുടെ ഖബറുകളിൽ ഒട്ടും വൈകാതെ പരീക്ഷിക്കപ്പെടുന്നതാണ്. അല്ലാഹ്, നിങ്ങൾ മരിച്ചു പോയിട്ട് നിങ്ങളുടെ ഖബറിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അധികം താമസിക്കുന്നില്ല, നിങ്ങൾ ഉടനെ മരിക്കും. എല്ലാവരും മരിക്കും. അല്ലാഹു നമുക്ക് ദീർഘായുസ് തരട്ടെ, ആഫിയത്തിനെ തരട്ടെ, നമ്മളെ നേതാക്കൾക്കും. നിങ്ങൾ പരീക്ഷിക്കപ്പെടും നിങ്ങളുടെ ഖബറുകളിൽ. അപ്പൊ അവിടെ വന്നിട്ടൊരു മലക്ക് നിങ്ങളോട് പറയും, ഖബറടക്കിയ ഉടനെ എന്താ ചോദിക്കണത്? ഈ വ്യക്തിത്വത്തെപ്പറ്റി നിനക്ക് എന്തറിയാം എന്നൊരു ചോദ്യം നിന്നോട് ചോദിക്കും. നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ആ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് നിനക്ക് എന്തറിയാം? ഈ ഒറ്റ ചോദ്യമാണ് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസിലുള്ളത്. റസൂലുള്ളാഹിനെ പറ്റിയാണ് ചോദിക്കണമെന്നാണ് എൻ്റെ അർത്ഥം. നേരെ മരിച്ചിട്ട് കഫൻ തുണി പൊതിഞ്ഞ് കൊണ്ടേ കിടത്തിയ ആളെ എണീപ്പിച്ചിരുത്തുന്നാണ്. എണീപ്പിച്ചിരുത്തും, ഇരിക്ക്. എന്താ നിനക്കറിയാ? മാ ഇൽമുക, നിന്റെ അറിവെന്താണ്? നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ വ്യക്തിത്വത്തെപ്പറ്റി നിനക്കുള്ള അറിവെന്താണ്? അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സയഖൂലുൽ മുഅ്മിനു, മൂമിനായ മനുഷ്യൻ പറയും, അവിൽ മൂഖിനു, ഹദീസ് പറയാണ്, അവിൽ മൂഖിനു, യഖീനുള്ളതായ മനുഷ്യൻ പറയും, ഈമാന്റെ ഉറപ്പുള്ളതായ മനുഷ്യൻ പറയും, ഹുവ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിൽ മരിച്ചിടന്നിട്ട് ബന്ധുക്കൾ മയ്യത്തുങ്കട്ടിലേക്ക് മടങ്ങിയിട്ടില്ല, അവിടെ നടക്കുന്ന രംഗാണിത്. അത് മുഹമ്മദാണ്, ഹുവ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലുമാണ്. അജബ്ന, ആ നബി ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൗത്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞു. വ അതഅന, ഞങ്ങൾ ആ നബിയെ അനുസരിക്കുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മലക്ക് പറയും, നമുക്കറിയാമായിരുന്നു നിനക്ക് റസൂലുള്ളാഹിനെ പറ്റിയുള്ള അറിവും ഇത്തിബാഴും ഉണ്ട്. ചോദിക്കുമ്പോ തന്നെ അത് അറിയാമായിരുന്നു എന്ന് ഈ മോമിനായ മനുഷ്യനോട് പറയും. എന്നിട്ട് പറയും, നം സാലിഹ, നീ ഒരു സാലിഹായ മനുഷ്യനായിട്ട് കിടന്നുറങ്ങിക്കോ, ഖിയാമത്ത് നാൾ വരെ സുഖമായിട്ട് ഉറങ്ങിക്കോ. മരിച്ചിട്ട് വിചാരണ, ഖിയാമത്ത് നാളിലെ വിചാരണക്കുമുള്ള ഖബർ ചോദ്യത്തിന്റെ ഉത്തരത്തോടെ ഉറങ്ങാനുള്ള വഴി ഒരുക്കി കൊടുക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു 2 വരിയോടെ ഞാൻ അവസാനം, 2 വരി കവിതയോടെ. ഗർ ഖമൂഷ് ഹൈ, ഗർ ഖമൂഷ് ഹൈ തോ ഖുദാ കി കിതാബ് ഹൈ. പരിശുദ്ധ റസൂല് മൗനിയായിട്ട് മിണ്ടാതിരുന്നാൽ അവിടുന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനാണ്. റസൂല് മിണ്ടാതിരുന്നാൽ റസൂല് തന്നെയാണ് മുസ്ഹഫും ഫുർഖാനുൽ അദീമും. ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെയുള്ള പറഞ്ഞത്.
റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്തായിരുന്നു ചോദിച്ചപ്പോൾ ഖുർആനായിരുന്നു എന്നാ പറഞ്ഞു. നബി മൗനിയായിട്ടിരുന്നാൽ ഗർ ഖമോഷ് ഹൈ തോ ഖുദാ കി കിതാബ് ഹൈ. നബി മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ കിതാബായ ഖുർആനാണ്. ഗർ ബോൽനെ ലഗേ, നബി സംസാരിക്കാനും മിണ്ടാനും തുടങ്ങിയാലോ തോ റിസാലത്ത് മആബ് ഹൈ. റസൂല് മിണ്ടാൻ തുടങ്ങിയാൽ അള്ളാന്റെ റസൂലുമാണ്. റസൂല് മൗനിയായാൽ അള്ളാന്റെ കിതാബുമാണ്. റസൂല് മിണ്ടാൻ തുടങ്ങിയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലുമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി. നമ്മളെ മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഇവിടെ അവരൊക്കെ ഉള്ള പോലെ തോന്നുന്നു. കുഞ്ഞാപ്പാജി, ബാക്കിയുള്ളവർ, ഇവിടുത്തെ നമ്മളെ നേതാക്കൾ, നമ്മളെല്ലാ കാര്യത്തിലും മുമ്പിൽ നിന്നവർ, ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ CH ഹൈദരോസ് മുസ്ലിയാർ, ഇതുപോലുള്ളവർ, ഞാൻ അവരൊക്കെ കൂടെ CH ഹൈദരോസ് മുസ്ലിയാർ സുന്നിയന സംഘത്തിൻ്റെ എല്ലാമായിരുന്ന കാലത്ത് ഞാൻ മുത്തുമോൻ തങ്ങളൊപ്പം സെയ്ദ് ഉമർലി തങ്ങളൊപ്പം അതിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ആ കമ്മിറ്റിയിൽ. മറക്കാൻ കഴിയാത്തൊരു കാലമാണ്, ഒരു വസന്തകാലമാണ്. അള്ളാഹു അവരോടൊക്കെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. വിഷമിക്കുന്നവർക്ക് അള്ളാഹു ആശ്വാസം കൊടുക്കട്ടെ. ഓമന മക്കൾ, സ്ത്രീകൾ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളവകൾ ദുആ ചെയ്ത പോലെ ഇനി ഞാൻ വളരെ ബഹുമാനിക്കുന്ന സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് തങ്ങൾ അവറുകൾ ഇവിടെ ഉണ്ട്. വലിയ ആദരമാണ് എനിക്ക് അവരോട്. അവരുടെ പ്രാർത്ഥനകളെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുടെയും നിങ്ങളുടെയൊക്കെ ദുആകളിൽ എന്നെ ഉൾപ്പെടുത്തണം എന്ന എളിയ അപേക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാക്കി വലിയ വാക്കുകൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. ഞങ്ങളൊരു സമ്മതം ചോദിക്കും തങ്ങളോട്.